ചേട്ടാ, ഞാൻ റെഡ് കാർഡാണോ ബ്ലാക്ക് കാർഡാണോ എന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, കേരളത്തിലും ഇന്ത്യയിൽ ആരും ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യണം. അശ്വിൻ വിജയാണ്, ബിഗ് ബോസ് ഫെയിം. സോ ആളാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്കൗണ്ട്സും കാര്യങ്ങളും സ്കൈ ഡൈവിങ്ങിൽ ചെയ്തു തരാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ബിഗ് കാര്യമായിരിക്കും. അത് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അടുത്തൊരു പ്ലാൻ വന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റിൽ മാജിക് ചെയ്യണം എന്നുള്ളൊരു ടാസ്ക്കാണ് എനിക്ക് വന്നത്. ചെയ്യേണ്ട ഇത് ആ ഒരു കാർഡിൻ്റെ കളർ വരുമ്പോൾ ഒരിക്കലും ഒരു രീതിയിലുള്ള റിയാക്ഷൻസും തരില്ല. ഓക്കെ ഫൈൻ. 8 to 10 ഏതെങ്കിലും നമ്പറാണോ? മജീഷ്യൻ ശ്രീറാം ആയിരുന്നു. ആദ്യം അഭിനന്ദനങ്ങൾ. ഇത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. എന്താണ് അതിനെ പറ്റി പറയുക? ആ ബുക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ്? ഉറപ്പായിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 15-20 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അതിൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിലോട്ട് വരുന്നത്. സോ ഒരു വലിയ വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ സാധനം കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനി എന്ത് ചെയ്താലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വന്നത്. എത്ര നാളത്തെ കഠിന ഒരു ബലമുണ്ടല്ലോ ഇതിന് വേണ്ടി? ഒരു 2 മാസം മുമ്പാണ് ഞാൻ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത് പല മജീഷ്യൻസിൻ്റെ നിന്ന് ഏകദേശം 28ഓളം മാജിക്കുകൾ ഞാൻ കളക്ട് ചെയ്ത് വാങ്ങിച്ചു. എന്നിട്ട് 2 മാസം മുമ്പ് ഞാൻ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രയൽ ഡെഫിനറ്റ്ലി ഫ്ലോപ്പായിരുന്നു, വലിയൊരു ഫ്ലോപ്പായിരുന്നു. പിന്നെ ഞാൻ ഒരു മാസം മുമ്പാണ് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ള മൈൻഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം വന്നത് 1 മിനിറ്റിൽ 10 മാജിക്കായിരുന്നു. 10 മാജിക്ക് പിന്നെ 12 മാജിക്കായി, 14 മാജിക്കായി, 20 മാജിക്കായി, അവസാനം 28 മാജിക്ക് ചെയ്തിട്ടാണ് എനിക്ക് ആക്ച്വലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഞാൻ എൻ്റർ ആവുന്നത്. പക്ഷേ 28 മാജിക്കിൽ 3 വിസിബിലിറ്റി ഇല്ല എന്നുള്ള കാരണത്തിൽ അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ 25 മാജിക്കിലാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എനിക്ക് ഇടം പറ്റിയത്. ഏത് പ്രായം മുതലാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്? ഞാൻ ആക്ച്വലി ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതലേ ഞാൻ മാജിക് അക്കാഡമിയിൽ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മാജിക് പഠിക്കാൻ വേണ്ടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതലേ ഞാൻ വീട്ടുകാരുടെ കൂടെ മുതേഡ് സാറിൻ്റെ ഷോസും കാര്യങ്ങളും എല്ലാം കാണാൻ പോകാറുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് എവിടെ വന്നാലും ഷോസ് കാണാൻ പോകാറുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം ഒരു ഭയങ്കര ക്രേസ്ഡായിരുന്നു. സോ പിന്നെ നമ്മുടെ കഥാബുക്കുകളിലൊക്കെ കാണുന്ന ചെറിയ മാജിക്കൊക്കെ ചെയ്താണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മുതേഡ് സാറിൻ്റെ മാജിക്കിൻ്റെ കിറ്റൊക്കെ മേടിച്ചു. അങ്ങനെയാണ് മുമ്പോട്ട് പോയത്. ആ കൊച്ചു പ്രായത്തിലാണ് മാജിക് പഠിച്ചെന്ന് പറയാം. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്? ഡെഫിനറ്റ്ലി ആദ്യം എല്ലാ വീട്ടിലെ പോലെ തന്നെ ഇതുകൊണ്ട് സക്സസ് ആവാൻ പറ്റുമോ എന്നൊരു തോട്ട് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഇതുവരെ ഒരു കാര്യങ്ങൾക്കും നോ പറഞ്ഞിട്ടില്ല. എന്നെ ഫേസ് ടു ഫേസ് ഒന്നും ആരും എൻ്റെ വീട്ടുകാർ ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻ +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോവാണ്. പക്ഷേ ശ്രീറാം അരുൺ ഡിഗ്രിക്ക് പോവാതെ ഈ ഫീൽഡിലോട്ട് പോയി. അതെന്തുകൊണ്ടാണ്? ആക്ച്വലി ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാതെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫി പഠിച്ച ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമിയിലായിരുന്നു, കൊച്ചി. അപ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ട് ചോദിച്ചു, നീ ഡിഗ്രിക്ക് പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ നേരെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ആക്ച്വലി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം ഞാൻ 1 തൊട്ട് +2 വരെ പഠിച്ചതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഇംഗ്ലീഷിൽ ഷോ ചെയ്യാറുണ്ട്. എനിക്ക് കണക്ക് കൂട്ടാനെല്ലാം കൃത്യമായിട്ട് അറിയാം. അത്രയും മതി. ഇതിനപ്പുറം എനിക്ക് വേണ്ടാന്നൊരു തോട്ട് വന്നതിന് ശേഷമാണ് ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാതെ ഞാൻ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന അതെനിക്കൊരു ക്രേസായിരുന്നു. ക്യാമറ ഭയങ്കര ക്രേസായിരുന്നു. അങ്ങനെ പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ ഷോസൊക്കെ ക്യാൻസൽ ആവാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഷോസും കാര്യങ്ങളും ക്യാൻസൽ ആവാൻ തുടങ്ങി. അതുമാത്രമല്ല എനിക്ക് ഷോയ്ക്ക് വന്നിട്ട് പോകുന്ന പറഞ്ഞാൽ വലിയൊരു പാടായിട്ട് മാറി. വലിയ പാടായിട്ട് മാറി ഇവിടുന്ന് ട്രാവലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മാജിക്ക് നിർത്തേണ്ടതിന് പകരം ഞാൻ സിനിമാറ്റോഗ്രഫി നിർത്തി. സോ ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്ലഡിൽ കൂടെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന മാജിക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു ഡ്രീമായിരുന്നു ഈ മാജിക്? എൻ്റെ ഡ്രീം മാജിക് അല്ല. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എനിക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് വേണം. അത് വേറൊന്നുമില്ല, കേരളത്തിലും ഇന്ത്യയിൽ ആരും ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യണം. സോ അതൊരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ട്രയലിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഗുരു ആരാണ് ഇതിൻ്റെ? ഡെഫിനറ്റ്ലി എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഗോപിനാഥ് മുതേഡ് സാറാണ്. പിന്നെ എന്നെ മെൻറ്റർ എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ടുപോകുന്ന എന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഡെഫിനറ്റ്ലി അശ്വിൻ വിജയാണ്, ബിഗ് ബോസ് ഫെയിം. സോ ആളാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇല്ലെങ്കിൽ നീ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും, നീ ആ മാജിക് ചെയ്യേണ്ട, വേറെ എന്തെങ്കിലും മാജിക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. വീട്ടിൽ നിന്നുള്ള പിന്തുണ പറഞ്ഞു. സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ മജീഷ്യൻ എന്നൊരു പഠിക്കാൻ പോകണില്ല, മാജിക്കിൻ്റെ പേരെ നടത്തുള്ളൂ, അങ്ങനെ എന്ത് നെഗറ്റീവ് ഉണ്ടോ? ഉറപ്പായിട്ടും ചേട്ടാ, നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നത് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പം നാട്ടിൽ ആരും കാണില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടുകാരിൽ തന്നെ വളരെ കുറച്ച് പേരെ കാണുള്ളൂ. ബാക്കിയെല്ലാവരും ഉറപ്പായിട്ട് നമ്മളെ താഴ്ത്തി പറയും. പക്ഷേ നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഇവരെല്ലാവരും നമ്മളടുത്ത് വരും.
അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഈ അവാർഡ് കിട്ടിയപ്പോൾ ആൾക്കാരുടെ അടുത്ത് വന്നായിരുന്നു? ഉറപ്പായിട്ടും എന്നെ വിളിക്കാത്തവരെ വിളിക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി എനിക്ക് അവരുടെ അടുത്തൊന്നും ഒരു പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. ഐ ആം ഓൾവേസ് ഹാപ്പി വിത്ത് ദം. എത്രത്തോളം ഷോ ചെയ്തു ഇപ്പം ഇന്ത്യക്ക് പുറത്ത്? ഞാൻ ഇന്ത്യക്ക് പുറത്തും അകത്തുമായിട്ട് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അകത്താണ് ചെയ്തിട്ടുള്ളത്. അതും കേരളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1500+ ഷോസ് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തിപ്പോൾ ഒരു പറഞ്ഞു ഡൈവ് ചെയ്തൊരു മാജിക്ക്, അതിൻ്റെ പ്ലാൻ തുടങ്ങിയോ? ആക്ച്വലി അതിൻ്റെ പ്ലാൻ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയപ്പോൾ തൊട്ടേ അതിൻ്റെ പ്ലാനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇന്ത്യക്കകത്ത് നമുക്ക് സ്കൈ ഡൈവിങ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് കൂടുതലും താല്പര്യം ദുബായി പോയിട്ട് സ്കൈ ഡൈവ് ചെയ്തിട്ട് മാജിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്കെല്ലാം അവർ തന്നെ നമുക്ക് എടുത്തു തരും. സോ അങ്ങനെയാണ് അവിടെ എത്തിയത്. പിന്നെ പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട്. ഒരു 2 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. ഈ ഷോയ്ക്ക് പോകുമ്പം എന്തെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് തെറ്റുപോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇതുവരെ എൻ്റെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ അങ്ങനത്തെ മാജിക്കുകൾ ഞാൻ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് ചെയ്യുന്നത്. സോ ഞാൻ ഇതുവരെ ആർക്കും ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല മാജിക് ചെയ്ത്. കാരണം എനിക്കിങ്ങനെ മോട്ടിവേഷൻ അതിനോട് വലിയ താല്പര്യമില്ല. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ മെസ്സേജസും കാര്യങ്ങളും കൊടുത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ലൈഫ് എൻ്റെ ഒരു മാജിക്ക്, അതിന് പഠിത്തത്തിലോട്ട് മാറില്ല? ഉറപ്പായിട്ടും ഇല്ല. എൻ്റെ അടുത്ത് ലൈക്ക് ഈ റെക്കോർഡ് കിട്ടിയപ്പോഴും ലൈക്ക് നെക്സ്റ്റ് ഡിഗ്രി എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്നവരുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ഞാൻ ഡിഗ്രി എടുക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ഇത് മതി, എനിക്ക് ഇത്ര വിദ്യാഭ്യാസം മതി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ കലാപരമായിട്ട് വളർന്നു വന്ന ഒരാളാണ്. സോ എനിക്ക് അതുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് കൂടുതൽ താല്പര്യം. സോഷ്യൽ മീഡിയ ഒരുപാട് ആക്റ്റീവാണ്. ഈ മാജിക്കിനും മജീഷ്യനും സോഷ്യൽ മീഡിയയിൽ പിന്തുണ ഉണ്ടോ? ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സപ്പോർട്ട് കിട്ടും. ഞാൻ ആക്ച്വലി ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളല്ലായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് വരുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ മജീഷ്യൻ എന്ന രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ചേട്ടാ മാജിക് കാണാൻ താല്പര്യമുണ്ട്, ഷോസ് ബുക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ്, ഷോസ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നവർ ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ ട്രൂപ്പ് സ്വന്തമായിട്ടാണ് നടത്തുന്നത്, അത് മറ്റ് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി മറ്റ് ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം നർമ്മകല എന്ന് പറഞ്ഞ ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ട്, കിടിലം ടാലൻറ്റ് ഷോ എന്നാണ് ട്രൂപ്പിൻ്റെ പേര്. സോ സ്വന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലൈക്ക് അതിലെല്ലാവരും ഒരേപോലെയാണ്. അങ്ങനെ വേർതിരിവൊന്നുമില്ല അതിൽ. ഇല്ലെങ്കിൽ മാനേജറെന്നോ ഓണറെന്നോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരേപോലെയാണ്. വീട്ടിൽ അങ്ങനെ പറ്റി? വീട്ടിൽ ആക്ച്വലി അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡാണുള്ളത്. അച്ഛൻ വന്നിട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടറാണ്. അമ്മ പേരുക്കട സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജറാണ്. ചേച്ചി ആക്ച്വലി ഡോക്ടറാണ്. ചേച്ചി ഇപ്പോൾ ഡൽഹി സെറ്റിൽഡാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ആക്ച്വലി ടൂറിസം ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്, ഡൽഹിയിലാണ്. ഇവർ രണ്ടുപേരും ഡൽഹി സെറ്റിൽഡാണ്. അടുത്ത പ്ലാൻ ഇപ്പോൾ ഈ ഒരു റെക്കോർഡ് കിട്ടി, അടുത്ത പ്ലാൻ എന്താണ്? ആക്ച്വലി ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്, ഇത് കിട്ടി എൻ്റെ കൈ വന്നപ്പോൾ തന്നെ ഞാൻ അടുത്ത ഒരു പ്ലാൻ വന്നത് ലൈക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ 1 മിനിറ്റിൽ മാജിക് ചെയ്യണം എന്നുള്ളൊരു ടാസ്ക്കാണ് എനിക്ക് വന്നത്. ആക്ച്വലി അത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഒരു 15 ഡേയ്സിനുള്ളിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കയ്യിൽ വരും. ഇപ്പോൾ ഒരുപാട് മജീഷ്യന്മാരുണ്ട്. അപ്പോൾ ഈ ചലഞ്ച് വരുമ്പം ആരെപ്പോലെ ആവണം, അല്ല ആരെ മുകളിൽ എത്തണം എന്നൊരു ആഗ്രഹമുണ്ടോ? അതിപ്പോൾ ഇന്ത്യക്കകത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ളതായിരിക്കും. ഞാൻ ആക്ച്വലി ഇപ്പോൾ മാജിക്കിൽ തന്നെ പല ടൈപ്പ് മാജിക്സ് ഉണ്ട്. ഇപ്പോൾ ഇല്യൂഷൻ ഉണ്ട്, സെമി ഇല്യൂഷൻസ് ഉണ്ട്. സോ നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ വലിയ വലിയ മാജിക്കുകളൊക്കെയാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇല്യൂഷൻ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഹാൻസ് ക്ലോക്ക് എന്ന് പറയുന്ന മജീഷ്യനാണ്. ഹീസ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ. സോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മജീഷ്യനാണ്. അപ്പോൾ ആളാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ മാജിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഹാൻസ് ക്ലോക്ക് എന്ന് പറയുന്ന ആൾ വെറും സിമ്പിളായിട്ടൊരു ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് വന്നിട്ട് ഷോ ചെയ്തിട്ട് പോകുന്ന ആളാണ്. അവിടെ നമ്മുടെ നാട്ടിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നമുക്ക് കോട്ട് എല്ലാം ഭയങ്കര ഹൈപ്പിലാണ് എല്ലാവരും വരുന്നത്. സോ എനിക്ക് അതൊന്നും വേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആളുടെ ഷോ കണ്ടിട്ടാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ചലഞ്ചിങ് ആയിട്ട് നോക്കുന്നത് 7 വർഷം മുമ്പ് സ്കൈ ഡൈവ് ചെയ്ത് മാജിക് ചെയ്ത മാർട്ടിൻ റീസ് എന്ന് പറയുന്ന UK കാരനാണ്. സോ ആളുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്, സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട്. സോ അത് മാത്രമേ എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ ഇതുവരെ സ്കൈ ഡൈവ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്താണ് മേളിൽ താഴോട്ട് ചാടുമ്പോൾ സംഭവിക്കുന്നത് എന്നെനിക്കറിയില്ല ഇതുവരെ. സോ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ചലഞ്ചിങ് ആയിട്ട്. വേറെ എനിക്ക് അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് ആരും ഫീൽ ചെയ്തില്ല. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെയാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ
അത്രേ ഉള്ളൂ. ഈ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് കാർഡ് കൊണ്ടുള്ള മാജിക്. കാർഡിൽ മാജിക് കാണിക്കാമോ? ഉറപ്പായിട്ടും മാജിക് കാണിക്കാം. ചേട്ടാ ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഓക്കെ എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഞാനൊന്ന് ഷഫിൾ ചെയ്യണം. ആക്ച്വലി മെജീഷ്യൻ ഷഫിൾ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊഫഷണലി ഷഫിൾ ചെയ്യും. സോ ഞാൻ ഷഫിൾഡാണ് കാർഡ്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ടാണ്, ഇതിൽ എല്ലാ കാർഡും ഒന്നാണോ എന്നുള്ള ഒരു ഡൗട്ട് കാണും. ഓക്കെ ആക്ച്വലി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാ കാർഡ്സും ലൈക്ക് ഡിഫറെൻറ്റ് കാർഡ്സ് ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ ചേട്ടൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാം, ഞാൻ ഇങ്ങനെ റിഫിൽ ചെയ്യും. എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാം. ഇപ്പോൾ ഇവിടെയാണ് സ്റ്റോപ്പ് പറയുന്നതെങ്കിൽ ഈ കാർഡ് ചെയ്യേണ്ട കാർഡാണ്. റാൻഡം ചോയ്സ് ആണ്, ചേട്ടൻ അത് എടുക്കുക ആ കാർഡ്. ഓക്കെ ഫൈൻ. എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയണം. ചേട്ടൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ ഉറപ്പാണ്, കൺഫേം ആണ്. ഇവിടുത്തെ കാർഡ് എടുക്കുക, എന്നെ കാണിക്കേണ്ട, ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ ഫൈനാണ്. ഓക്കെ കാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ടൈപ്പ് കാർഡ്സ് ഉണ്ട്. റെഡ് കാർഡ്സും ഉണ്ട്, ബ്ലാക്ക് കാർഡ്സും ഉണ്ട്. ഓക്കെ സോ ചെണ്ടിലിരിക്കുന്ന റെഡ് ആവാം, മേ ബി ബ്ലാക്ക് ആവാം. ഇപ്പോൾ റെഡിൽ നോക്കുകയാണെങ്കിൽ ഹാർട്ട്സ് ഡയമണ്ട്സ് ഉണ്ട്, ബ്ലാക്കിൽ നോക്കുകയാണെങ്കിൽ ക്ലബ്സ് ഉണ്ട്, സ്പേഡ്സ് ഉണ്ട്. ഓക്കെ സോ ഇതിൽ നമ്പർ കാർഡും ഉണ്ട്, പിക്ചർ കാർഡും ഉണ്ട്. നമ്പർ കാർഡ് എന്ന് പറയുമ്പോൾ 1 to 10 കാർഡും ഉണ്ട്. പിന്നെ പിക്ചർ കാർഡ് എന്ന് പറയുമ്പോൾ കിങ്, ക്വീൻ, ജാക്ക് അങ്ങനത്തെ ഒരു കാർഡ്സ് ഉണ്ട്. സോ ഇതിലേതോ ഒരു കാർഡാണ് ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് ഫോർ ദി ഫസ്റ്റ് ടൈം. ചേട്ടാ ഞാൻ റെഡ് കാർഡാണോ ബ്ലാക്ക് കാർഡാണോ എന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഫൈൻ. ഞാൻ റെഡ് ബ്ലാക്ക് എന്ന് പറയുന്ന സമയത്ത് ചേട്ടൻ്റെ ഇത് ആ ഒരു കാർഡിൻ്റെ കളർ വരുമ്പോൾ ഒരിക്കലും ലൈക്ക് ഒരു രീതിയിലുള്ള റിയാക്ഷൻസും തരില്ല. ഓക്കെ ഫൈൻ. റെഡ് ബ്ലാക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ ബ്ലാക്ക് കാർഡ്, റൈറ്റ്? ഓക്കെ ഫൈൻ, ബ്ലാക്ക് കാർഡാണ്. ഓക്കെ സോ ദ നെക്സ്റ്റ് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 1 to 10 ഇടയ്ക്ക് ഏതോ ഒരു നമ്പർ ആവാനാണ് ചാൻസ് അല്ലേ? ആണ്, നമ്പറാണ്. ഓക്കെ 1 to 10 ഇടയ്ക്ക് ഏതോ ഒരു നമ്പറാണ്. ആക്ച്വലി ഫൈൻ, ഐ തിങ്ക് നമ്പർ എന്ന് പറയുന്നത് 5 to 10 ഏതോ ഒരു നമ്പറാണ് അല്ലേ? ആണ്, 5 to 10 ഏതോ ഒരു നമ്പറാണ്. ഓക്കെ 7 to 10 ഇടയ്ക്ക് 7 to 10 ഏതെങ്കിലും ഒരു നമ്പറാണോ? ആണ്. ഓക്കെ ഫൈൻ. 8 to 10 ഏതെങ്കിലും നമ്പറാണോ? ആണ്. യെസ്, ഐ തിങ്ക് ഇറ്റ്സ് 10 അല്ലേ? ഓക്കെ ഫൈൻ, കഴിഞ്ഞിട്ടില്ല കേട്ടോ. 10 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി 10 തന്നെ ഡയമണ്ട് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ക്ലബ് ഉണ്ട്, സ്പേഡ് ഉണ്ട്. ഈ 4 സൈൻസ് ഉണ്ട്. സോ നമ്മൾ സൈൻ ഗസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഞാൻ ഈ 4 സിമ്പിൾസ് പറയും. ചേണ്ട സിമ്പിൾ വരുമ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള റിയാക്ഷൻസും തരുത്. ഓക്കെ ഫൈൻ. ക്ലബ്സ്, ഹാർട്ട്സ്, ഡയമണ്ട്സ്, സ്പേഡ്സ്. ക്ലബ്സ്, ഹാർട്ട്സ്, ഡയമണ്ട്സ്, സ്പേഡ്സ്. ഐ തിങ്ക് ഡയമണ്ടും ഹാർട്ടും ആക്ച്വലി റെഡാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ ഇനി നമുക്ക് ക്ലബ്സ് ഉണ്ട്, സ്പേഡ്സ് ഉണ്ട്. സ്പേഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഇലയുടെ പടമാണ്, ക്ലബ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു പടമാണ്. ഇത് രണ്ടിലേതോ ഒന്നാണ് ചെയ്യേണ്ട കാർഡ്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ക്ലബ്ബാണോ, മറ്റേ പൂവിൻ്റെ പടമുള്ളൊരു സംഭവമാണ്. താങ്ക് യു സോ മച്ച്. കാർഡ് ഒന്ന് കാണിച്ചു. യെസ്, സ്കൈ ഡൈവിങ് ഒരുപാട് എക്സ്പെൻസീവ് ഉള്ള ഇതാണ്. അപ്പോൾ എന്തായാലും ഫാമിലിയിൽ നിന്നൊരു 3 എമൗണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി സ്കൈ ഡൈവിങ്ങിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 ജമ്പിന് ഓൾമോസ്റ്റ് 2500 ദിർഹമാണ് വരുന്നത്, ദുബായ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ. സോ ഏകദേശം നാട്ടിലെ 59,000 60,000 അകത്താണ് ഒരു ജമ്പിന് വരുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൽ ഇതുവരെ ഞാൻ സ്കൈ ഡൈവ് ചെയ്തിട്ടില്ല. സോ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ചിലപ്പോൾ മാജിക് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കറിയണം മേളിൽ പോയിട്ട് ചാടിക്കഴിഞ്ഞാൽ പേടിയാണോ എന്താണ്, എനിക്ക് എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് ആദ്യം അറിയണം. സോ അതിനൊരു 2 ജമ്പെങ്കിലും എനിക്ക് ട്രയൽ ചെയ്യണം. സോ മെയിനായിട്ട് മൊത്തത്തിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 ജമ്പെങ്കിലും മിനിമം ചെയ്യേണ്ടി വരും. മാജിക് ഉൾപ്പെടെ എല്ലാം കൂടെ റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു 10 ജമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എല്ലായിടത്തുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കുറേ പേരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള, എനിക്ക് സ്പോൺസർഷിപ്പ് ഒരിക്കലും വേണ്ട. ഓക്കെ എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്കൗണ്ട്സും കാര്യങ്ങളും സ്കൈ ഡൈവിങ്ങിൽ ചെയ്തു തരാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ബിഗ് കാര്യമായിരിക്കും. അത് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. സോ എനിക്ക് കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറ്റിയ അത്ര നല്ലതായിരിക്കും.